ഹേ ഗൈസ്, അപ്പൊ ഇത് നമ്മുടെ ഊട്ടി ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ടാണ്. രാവിലെ തന്നെ എനിക്ക് റൂമിന്റെ വെളിയിലോട്ട് നമുക്ക് ഇവിടെ നല്ല വ്യൂ ഉണ്ട്. Guys, ഇതാണ് നമ്മുടെ ഹോട്ടൽ. കാണുന്നൊന്നുമല്ല, നല്ല കിടില ഹോട്ടൽ. നമ്മളെല്ലാം വാരിപ്പൂട്ടി ഇറങ്ങി ഇനി നേരെ അടുത്ത സ്പോട്ടിലോട്ട് പോട്ടെ. അപ്പൊ അതിന് നമ്മൾ വന്നിട്ട് ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ട്. അവിടെ നമുക്ക് ടേസ്റ്റിന് വേണ്ടി അവരുടെ ചോക്ലേറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് തരും. അപ്പൊ അതും കഴിച്ച് നമുക്ക് ഇനി നേരെ ബാക്കി കാണാൻ പോകും. അപ്പൊ ഗൈസ്, അടുത്ത നമ്മൾ അതിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ടീ ഫാക്ടറിയിലോട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ തുടങ്ങിയായിരുന്നു. അതിന്റെ ജസ്റ്റ് മണ്ടക്കോട്ട് കയറുന്ന തന്നെ ഇവിടെ നല്ല വലിയ വ്യൂ ഉണ്ട്. ഊട്ടിയുടെ ഫുൾ ടൗണും എല്ലാ തേങ്ങയും കാണാൻ പറ്റും. അവിടെ തന്നെ ഈ ചായപ്പൊടിയുടെയും ചോക്ലേറ്റിന്റെ എല്ലാം സെയിൽസും ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ വെളിയിറങ്ങിയപ്പോഴാണ് കണ്ട അടുത്ത ടീ ഫാക്ടറി. നേരെ അങ്ങോട്ട് പോവാം. അവിടെ ചെന്നപ്പോൾ ഊട്ടി ടൗണിന്റെ വേറെ ആംഗിളിൽ നിന്നുള്ള നല്ലൊരു വ്യൂ കിട്ടി. ഇവിടെ ചായയുടെ ഹിസ്റ്റോറിക്കൽ പരമായ പല കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഉണ്ടാക്കുന്ന പ്രോസസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അവിടെ നമ്മൾ പതുക്കെ വെളിയിറങ്ങിയാണ് കണ്ട അടുത്ത ചോക്ലേറ്റ് ഫാക്ടറി. പിന്നെ അവിടെ കിട്ടും. അവിടെ ചെന്നപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ചോക്ലേറ്റ് തന്നു. ഇവിടെ ചോക്ലേറ്റ് ആണെങ്കിൽ തിളച്ച് മറിയുക. ഇവിടെയും ചോക്ലേറ്റിന്റെ സെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് വെളിയിറങ്ങി ഇനി നമ്മൾ നേരെ ഊട്ടിയിലെ ഏറ്റവും വലിയ വ്യൂ പോയിന്റിലോട്ടാണ് പോകാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഇനി കുറച്ച് ദൂരം നേരെ ജീപ്പിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ സ്ഥലം എത്തി. ഇനി കുറച്ച് നടന്ന് നേരെ മണ്ടയ്ക്ക് കയറണം. അപ്പൊ ഈ കടയോടെ എടുത്തോണ്ട് പോകാൻ തോന്നുന്നു. അങ്ങനെ നമ്മൾ ഊട്ടിയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലത്തെത്തി. പിന്നെ ഇവിടെ നിന്ന് കർണാടക ബോർഡർ കാണാന്നാണ് ഇവര് പറയുന്നത്. നല്ല ക്ലൈമറ്റ് ആണ്, നല്ല രസമായിരുന്നു, നല്ല വൈവ് ആയിരുന്നു, നല്ല സ്ഥലം. അവിടെ മേളിൽ തന്നെ ടവറും ഉണ്ട്. അതിന് വേണ്ട കയറാൻ കുറച്ചും കൂടെ പൊക്കത്ത് നമുക്ക് ആ വലിയ വ്യൂ കാണാൻ പറ്റും. പിന്നെ നമ്മൾ അവിടെ നിന്ന് താഴെ ഇറങ്ങാണ്ട് ഇന്ന മണ്ടക്കാണ് നമ്മളിപ്പോ കയറിയത്. ഇവിടെ കുറെ കടയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ നമ്മൾ നേരെ ഊട്ടിയിൽ ബസ് സ്റ്റാൻഡിലോട്ട് വന്നു. ഇനി അവിടുന്ന് തമിഴ്നാട് സ്ലീപ്പർ ബസ്സിൽ നമ്മൾ ഓഫ് ടു വാളയാർ. അങ്ങനെ 2 ദിവസത്തെ നീണ്ട ഊട്ടി യാത്ര നമ്മൾ വാളയാറെത്തി. അപ്പൊ ശരി, അത്രയൊക്കെ ഉള്ളു. ഇനി അടുത്ത ഫ്ലൈറ്റ്.